എല്ലാവർക്കും ജോൺസ്റ്റെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2.1 ആംപ്ലിഫയറിന്റെ റിവ്യൂ ആണ്. അതായത് നമ്മളെ ചാനൽ റിവ്യൂ ചെയ്തതിൽ വെച്ച് ഏറ്റവും പവർ കൂടിയ ഒരു 2.1 ആംപ്ലിഫയറിന്റെ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമ്മൾ ഇനിയും പവർ കൂടിയ ആംപ്ലിഫയർ റിവ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയർ നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ ശ്യാം എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ആംപ്ലിഫയർ റിവ്യൂ ചെയ്തിരുന്നു. ആ ആംപ്ലിഫയർ റിവ്യൂ ചെയ്ത വീഡിയോ കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഡിലീറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പോയി കണ്ടു നോക്കുക. അപ്പോൾ ഈ ആംപ്ലിഫയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ആംപ്ലിഫയറിനെ അപേക്ഷിച്ച്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ച് ഞാൻ കാണിക്കാവുന്നതാണ്. അപ്പോൾ ആംപ്ലിഫയർ കാണണ്ടേ, അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 2.1 ആംപ്ലിഫയർ ആണ്. 180 വാട്ട്സ് ആണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആംപ്ലിഫയറിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഹെവി ആണ്, പവർ കൂടിയ ആംപ്ലിഫയർ ആണ്. ഓക്കെ, മൈക്കിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒറ്റ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, കാരണം നല്ല വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ജോൺസ്റ്റെക്കിൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സൗണ്ട് ഭ്രാന്തന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കൊള്ളുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടുക. ഓക്കെ, നമുക്ക് ആംപ്ലിഫയറിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാസ് ട്രിബിൾ, അതായത് സൈഡ് ചാനലിൻ്റെ ബാസ് ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാനും സൈഡ് ചാനലിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു വലിയ വോളിയം കൺട്രോളായിട്ട് നമുക്ക് സബിൻ്റെ വോളിയം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാസ്റ്റർ വോളിയം കൺട്രോൾ, അതായത് വോളിയം എൻകോഡറാണിത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ വോളിയം ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതൊരു സ്വിച്ച് ടൈപ്പ് വർക്ക് ചെയ്യുന്നതാണ്. അതായത് ബാസ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ട്രബിള്, അതോടൊപ്പം തന്നെ എക്കോ, മൈക്കിൻ്റെ എക്കോ, അതോടൊപ്പം തന്നെ മൈക്കിൻ്റെ വോളിയം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഓൺ ഓഫ് ആക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പോപ്പപ്പ് സൗണ്ടൊന്നും ഇതിലൂടെ സ്പീക്കറിലൂടെ കേൾക്കുന്നില്ല. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കാം. ഇൻസൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ വയറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരു കൂളിംഗ് ഫാൻ നമുക്ക് ഇൻബിൽഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സബിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശക്തിയുടെ ഒരു മോണോ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 100 വാട്ട്സ് കിട്ടുന്ന ഒരു മോണോ ബോർഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 5200 1943 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിൽ ഇറങ്ങുന്ന ഒരു ബോർഡാണിത്. ഓക്കെ, പിന്നെ മൈക്കിൻ്റെ സ്ലോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബിൻ്റെ ഫിൽറ്റർ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ യൂണിവേഴ്സലിൻ്റെ ഒരു ഫിൽറ്റർ ബോർഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സബിൻ്റെ. ഓക്കെ, പിന്നീട് സൈഡ് ചാനലിലേക്ക് വരുന്ന സമയത്ത് 7379 എന്ന് പറയുന്ന IC വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ സബിൻ്റെ ഫിൽറ്ററിംഗ് സെക്ഷനാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കപ്പാസിറ്ററും കാര്യങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, PCBയിലാണ് നമ്മൾ ഫിൽറ്ററിംഗ് സെക്ഷൻ ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫോർമർ വരുന്നത് 27027 5 ആംപിയറും 12012 3 ആംപിയറും 012 1 ആംപിയറും നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഫിൽറ്ററിംഗ് സെക്ഷനാണ് അവിടെ കാണുന്നത്. പിന്നെ യൂണിവേഴ്സലിൻ്റെ തന്നെ നമ്മൾ BT പോർട്ടാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സൈഡ് ചാനലിന് വേണ്ടി. പിന്നെ ഒരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ സ്ലോട്ട്, RCA, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലോ ബഡ്ജറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു 2.1 ആംപ്ലിഫയർ ആണിത്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇയർഫോൺ വെച്ച് കേൾക്കാൻ ശ്രമിക്കുക. എങ്കിലേ കുറച്ചെങ്കിലും ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്പീക്കർ എന്ന് പറയുമ്പോൾ സൈഡ് ചാനൽ നമുക്കൊരു 6 ഇഞ്ചിൻ്റെ 2 വൂഫർ വിത്ത് ട്യൂട്ടർ കൊടുക്കാം. സബിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ 8-10 ഇഞ്ചിൻ്റെ സബ് നമുക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഇതിൽ കറക്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു 100 വാട്ട്സിൻ്റെ സബ് വൂഫറാണ്. 10 ഇഞ്ച് വരെ നമുക്ക് കൊടുത്തു വെച്ചിട്ട് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. 4 ohmസും കൊടുക്കുക, 8 ohmസും കൊടുക്കുക. 8 ohmസിലേക്ക് വരുന്ന സമയത്ത് ഹീറ്റിംഗ് ഒന്നും തീരെ ഇല്ല. 4 ohmസിലേക്ക് വരുമ്പോൾ ഹീറ്റ് ആവും, പക്ഷേ കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത സ്പീക്കറും കാര്യങ്ങളെന്ന് പറയുമ്പോൾ 8 ഇഞ്ചിൻ്റെ 2 വൂഫറുകളാണ്. കൂടാതെ നമ്മളിതിലൊരു 5 ഇഞ്ചിൻ്റെ ചെറിയൊരു സബ് വൂഫറാണ് ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 8 ഇഞ്ചിൻ്റെ സബ്ബൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മൈക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. മൈക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് മൈക്ക് ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമോട്ട് എടുക്കുക. ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട്. ഒരുവിധ എല്ലാ ഫംഗ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ മോഡിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അതാ നമ്മൾ മൈക്കിൻ്റെ ഫംഗ്ഷൻ ഓൺ ആയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇതിൽ മൈക്ക് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൈക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്ന മൈക്ക് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു മൈക്കാണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് മൈക്കിന് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ഫംഗ്ഷനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്.
നമ്മൾ എക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, എക്കോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മൈക്കിന്റെ ആ ഒരു എൻകോഡർ, അതായത് ഈ ആംപ്ലിഫയറിന്റെ വോളിയം എൻകോഡർ ബട്ടണിൽ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മൈക്കിന്റെ എക്കോ വരും. 4ാമത്തെ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൈക്കിന്റെ വോളിയം വരും. അങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈക്കിന്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ എന്റെ കോളർ മൈക്ക് വഴിയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ റിവ്യൂ ചെയ്ത ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ടെസ്റ്റിംഗ് ഭാഗത്ത് നമുക്ക് കോപ്പിറൈറ്റ് അടിച്ചു. അത് നോൺ കോപ്പിറൈറ്റ് സോങ് പ്ലേ ചെയ്തിട്ടും കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു 2-3 സോങ് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൗണ്ട് ടെസ്റ്റിൻ്റെ ആ ഒരു പാർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ഫോണിൻ്റെ മൈക്കായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നറിയില്ല. ഓക്കെ, പ്ലേ ചെയ്യാം. ഓക്കെ, അടുത്തൊരു നോൺ കോപ്പിറൈറ്റ് ആയ ഒരു സോങ്ങിൻ്റെ ഭാഗം ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ, ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രൈസാണ് ഇനി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അറിയാം, പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വില നമുക്ക് യൂട്യൂബ് വഴി പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ വാട്സപ്പ് വഴി നിങ്ങൾ ചോദിച്ചാൽ മതി. എങ്കിലും ഞാനൊരു ഏകദേശ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5000-നും 6000-നും ഇടയിലുള്ള ഒരു പ്രൈസാണ് ഈ ഒരു ആംപ്ലിഫയറിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയർ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ആംപ്ലിഫയർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ എൻ്റെ നമ്പർ കാണുന്നുണ്ടായിരിക്കും. അതിൽ വാട്സപ്പ് മാത്രം ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് അടക്കം ഞാൻ എല്ലാ ഡീറ്റെയിൽസും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സൗണ്ട് ഭ്രാന്തന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കൂടെ കൂടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.